സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈൻ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് ക്ലാസ് 10 SSCയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1792 ശേഷം ഫ്രാൻസിലെ ജനങ്ങൾ എന്തിന് സാക്ഷികളാണ്? ഒരു ഭീകരവാഴ്ചയ്ക്ക് സാക്ഷികളാണ്. എന്നാൽ അതും കുറേ നാൾ എന്ത് ചെയ്തില്ല, നിലനിന്നില്ല. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795 ഫ്രാൻസിൽ എന്ത് ചെയ്തു, ഒരു പുതിയ ഭരണസമിതി വന്നു. ഈ ഒരു ഭരണസമിതി എന്ന് പറഞ്ഞാൽ 5 അംഗങ്ങൾ അടങ്ങുന്ന സംഘടനയാണ്. ഈ ഒരു ഭരണ സംവിധാനത്തിൽ ഡയറക്ടറി എന്ന് വിളിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവ് എന്ന് പറയുന്നത്, ഈ ഒരു ഭരണം എന്ന് പറയുന്നത് ഒരുപാട് അഴിമതി നിറഞ്ഞതായിരുന്നു. അത് തന്നെ എന്തിലേക്ക് നയിച്ചു? ഈ ഒരു പുതിയ ഭരണഘടനയുടെ തകർച്ചയിലേക്ക് നയിച്ചു. ഇത് ജനങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വന്ന സമിതിയോട്, ഈ സംഘത്തോട്, അല്ലെങ്കിൽ ഈ ഒരു ഭരണ സംവിധാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങൾ. ഫസ്റ്റ് വൺ, ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി ഫ്യൂഡലിസം ഫ്രാൻസിൽ എന്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി? ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. പഴയ ഭരണത്തിലുണ്ടായിരുന്ന നിയമങ്ങൾ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി പൂർണ്ണമായിട്ടും ഇല്ലാതായി. കൂടാതെ സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി എന്ത് ചെയ്തു? ഇടത്തരക്കാർക്ക് ലഭിച്ചു. പിന്നെ കൂടാതെ ഈ പ്രഭുക്കളുടെ കയ്യിലും എന്താണ്, ഒരുപാട് ഭൂമിയുണ്ട്. ഇതെന്താണ്, പിടിച്ചെടുക്കുകയും അവർക്കുണ്ടായിരുന്ന എല്ലാത്തര ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു. ഏകീകൃത അളവ് തൂക്ക് സമ്പ്രദായം, മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കി. ഇത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഏകീകൃത അല്ലെങ്കിൽ മെട്രിക് സമ്പ്രദായത്തോടു കൂടി അളവ് തൂക്കത്തിലെ കൃത്യതയില്ലായ്മ എന്ത് ചെയ്തു? അവസാനിച്ചു. ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. അപ്പം ഏതാണ് സംഭാവന? ആധുനിക ദേശീയത എന്ന ആശയം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത് മറ്റു റവല്യൂഷൻസിൻ്റെ മദർ, അമ്മ എന്നാണ്. കാരണമെന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ഒരുപാട് രാജ്യങ്ങളിൽ ഒരു പ്രചോദനമായിരുന്നു. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരുപാട് രാജ്യങ്ങളേക്ക് പ്രചോദനം നൽകിയ ഒരു വിപ്ലവം തന്നെയാണ് ഫ്രഞ്ചിൽ നടന്നത്. രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എന്ത് ചെയ്തു? ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നിലവിൽ വന്നു. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്നത് വെറും ഒരു ഭൂപ്രദേശമല്ല, ഫ്രഞ്ച് ജനതയാണ് എന്നൊന്നാകെയാണ് ഇതൊരു ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരു ആശയമാണ് ജനാധിപത്യ ഭരണക്രമം. എന്താണ് ജനാധിപത്യ ഭരണക്രമം? ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങളുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. അവർ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അപ്പോൾ റൂസോയുടെ ആശയമാണ് ജനങ്ങളുടെ പരമാധികാരം. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്തു? ഒരു ജനഭരണത്തിന് എന്ത് ചെയ്തു? അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. 19, 20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് രാജ്യങ്ങളിൽ എന്ത് ചെയ്തു? ഈ ഫ്രഞ്ച് വിപ്ലവം വലിയൊരു സ്വാധീനം ചെലുത്തിയിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നെപ്പോളിയൻ. ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഡയറക്ടറി എന്ന് പറയുന്ന ഭരണ സംവിധാനത്തെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത വ്യക്തിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫ്രാൻസിനെ ആ ഒരു അഴിമതിയിൽ നിന്ന് തൻ്റെ അധികാരത്തിലൂടെ നേടിയെന്നാണ് നെപ്പോളിയൻ പറയുന്നത്. ഇനി ആരായിരുന്നു ഇദ്ദേഹം? ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ. അപ്പോൾ ഫ്രഞ്ച് ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം എന്ത് ചെയ്തു? നെപ്പോളിയൻ സ്ഥാപിച്ചു. ഡയറക്ടറി 5 പേരടങ്ങുന്ന ഭരണസമിതിയായിരുന്നെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ 3 പേരടങ്ങുന്ന ഭരണ സംവിധാനമായിരുന്നു. ഈ കോൺസൽമാർ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉയർന്ന ഉദ്യോഗസ്ഥരെയോ ഭരണം നിർവഹിക്കുന്നവരെയൊക്കെ
സൂചിപ്പിക്കുന്നത് ഈ ഒരു വേർഡ് കൊണ്ട് സൂചിപ്പിക്കുമായിരുന്നു. ഇതിൻ്റെ ഒന്നാം കോൺസൽ ആരായിരുന്നു? നെപ്പോളിയൻ തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് നെപ്പോളിയൻ ആയിരുന്നു. താമസിയാതെ നെപ്പോളിയൻ എന്ത് ചെയ്തു? സ്വന്തമായിട്ട് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്തു? അധികാരമേറ്റു. സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു, ഞാനാണ് ഫ്രാൻസിൻ്റെ ചക്രവർത്തി. തുടർന്ന് ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രാൻസിൽ കൊണ്ടുവന്നു. നെപ്പോളിയൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, നിയമപരിഷ്കാരങ്ങൾ. അതായത് നെപ്പോളിയൻ്റെ പുതിയ നിയമസംഹിത, നിയമവ്യവസ്ഥകൾ ഫ്യൂഡൽ നിയമങ്ങളെ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകുകയും ചെയ്തു. കൺകോർഡറ്റ് എന്ന് പറയുന്നത് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ ഒരു കരാറാണ്. ഈ ഒരു കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? വീണ്ടും സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? അനുവദിച്ചു. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. വിദ്യാഭ്യാസത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ലിസേ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാഭ്യാസ സമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ദേശീയ സർവകലാശാല സമ്പ്രദായവും എന്ത് ചെയ്തു? ആരംഭിച്ചു. ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ എന്ത് ചെയ്തു? നിയന്ത്രിച്ചു. ഇനി അടുത്തത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. സൈനിക പരിഷ്കാരങ്ങൾ. സൈന്യത്തെ പല ബറ്റാലിയനുകളായി എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ചു. നെപ്പോളിയൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ശത്രുക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കുക. ഓസ്ട്രിയ, പേർഷ്യ തുടങ്ങിയ രാജ്യം അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. എന്നാൽ നെപ്പോളിയൻ്റെ പ്രധാനപ്പെട്ട മുഖ്യ ശത്രുവായിരുന്നു ബ്രിട്ടൻ എന്ന് പറയുന്നത്. മികച്ച ഒരു നാവിക ശക്തിയായ ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ പറ്റില്ലെന്ന് ആർക്കറിയാതെ? നെപ്പോളിയന് അറിയാമെന്ന്. അപ്പോൾ അദ്ദേഹം എന്തിനു ശ്രമിച്ചു? സാമ്പത്തിക തകർച്ച ബ്രിട്ടനിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ സാമ്പത്തികമായി ബ്രിട്ടനെ തകർക്കാനുള്ള പദ്ധതികൾ നെപ്പോളിയൻ ആവിഷ്കരിച്ചു. ഇതിനായിട്ട് നെപ്പോളിയൻ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. ഈ ഒരു വ്യവസ്ഥ പ്രകാരം ഫ്രാൻസിൻ്റെ ആധിപത്യത്തിലുള്ളതോ അല്ലെങ്കിൽ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തു? ബ്രിട്ടനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും വിലക്കി. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. പക്ഷെ ഇതിലെന്താണ്? ഒരു പൂർണ്ണ വിജയം നേടാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. മാത്രമല്ല ബ്രിട്ടനുമായിട്ട് എന്ത് ചെയ്തു? തുടർച്ചയായ യുദ്ധങ്ങൾ എന്ത് ചെയ്തു? ഉണ്ടായി. അതായത് ബ്രിട്ടനും നെപ്പോളിയനും തുടർച്ചയായിട്ട് എന്ത് ചെയ്തു? യുദ്ധങ്ങളുണ്ടായി. എന്നാൽ 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ, ഇമ്പോർട്ടൻ്റ് ആണ്, 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ എന്ത് ചെയ്തു? നെപ്പോളിയനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? തോൽപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? 1815 എന്ത് ചെയ്തു? വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയനെ തോൽപ്പിച്ചു. ഇതിനുശേഷം നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയറ്റ്നയിൽ യോഗം ചേർന്ന് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഈ ഒരു സമ്മേളനത്തെ അറിയപ്പെടുന്ന വിയറ്റ്നാ സമ്മേളനം എന്നാണ്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിച്ചി ആയിരുന്നു. വിയറ്റ്നാ സമ്മേളനത്തോടു കൂടി യൂറോപ്പിൽ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു. ഇതോടുകൂടി എന്താ? അത്രയും നാൾ ഫ്രഞ്ച് രാജ്യത്തിനുണ്ടായത് ആ ഒരു മേധാവിത്വം എന്ത് ചെയ്തു? അവസാനിച്ചു. ആ സമ്മേളനത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. യൂറോപ്പിലെ രാജ്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കണം. അതായത് ഇത്രയും കാലം ഫ്രഞ്ച് ജനത എന്തിനു വേണ്ടിയാണ് പൊരുതിയത്? അവർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ആ രാജഭരണത്തിൽ നിന്ന്, അതിൽ നിന്നാണ് അവരെന്ത് ചെയ്ത് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഒരുപാട് ഭരണങ്ങൾ മാറി മാറി വന്നു. അപ്പോൾ അവരോട് എവിടെ നിന്നാണ് അവർ പ്രതിഷേധം ആരംഭിച്ചത്? അവിടേക്ക് തന്നെ എന്താണ് തിരിച്ചു പോകാൻ എന്ത് ചെയ്തു? ഈ ഒരു സമ്മേളനം ആവശ്യപ്പെട്ടു. ഫ്രാൻസിൽ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക, അതായത് മറ്റൊരു തീരുമാനം. ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം എന്ത് ചെയ്യണം? ഈ ഫ്രഞ്ച് അംഗീകരിക്കണം. അതായത് ഇത്രയും അവർ വന്നെടുത്ത് നിന്ന് തിരിച്ചു പോകാനാണ് ആവശ്യപ്പെട്ടത്? ഈ ഒരു വിയറ്റ്നാ സമ്മേളനം ആവശ്യപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഫ്രാൻസിന് എന്താണ് ഫ്രീഡം കിട്ടിയില്ലേ?
ഡെഫിനറ്റ്ലി ഫ്രാൻസിന് ഫ്രീഡം കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, ഇനിയും കുറേ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഫ്രാൻസ് ഒരു ജനാധിപത്യ രാജ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. പക്ഷെ നിങ്ങൾ ടെസ്റ്റിൽ അതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ കിട്ടും. അതായത് ഫ്രാൻസിന് എന്താണ്, ജനാധിപത്യ ഭരണം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ശേഷം അവിടെ ഒരുപാട് യുദ്ധങ്ങളും വിപ്ലവങ്ങളും നടന്നതിന് ശേഷമാണ് ഫ്രാൻസ് ഒരു ജനാധിപത്യ രാജ്യമായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അലങ്കാര പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം. എന്നാൽ ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്തു, അവിടുത്തെ ജനങ്ങൾ പ്രായോഗികമാക്കി. അതായത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് അവിടുത്തെ ജനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ എന്ത് ചെയ്തു, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെട്ട് വന്നിരുന്ന ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തു. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫ്രീജിയൻ തൊപ്പികളെന്ന്. അതെന്ത് ചെയ്തു, അതിൽ തൂക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ എന്ത് ചെയ്തു, അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളോട് തൻ്റെ എന്താണ് ആ ഒരു പോസിറ്റിവിറ്റിയും കൂടാതെ ബ്രിട്ടീഷ് വിരോധവും എന്ത് ചെയ്തു, പ്രകടമാക്കി. ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗക്കാരും ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിൽക്കാലത്ത് ലോകത്തെ മുഴുവൻ എന്ത് ചെയ്തു, സ്വാധീനിച്ചു. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.